അടിപൊളി പടമായിരുന്നു ബ്രോ. നല്ല നല്ല ആക്ഷൻ സീൻസ് ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ വൻ പൊളിയായിരുന്നു. വിസ്മയ തകർത്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷയുടെ ഡബിൾ കിട്ടി. പ്രതീക്ഷയുടെ ഡബിൾ കിട്ടിയായിരുന്നു. അടിപൊളി പടം. വിസ്മയ അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ ആവുന്ന ആ ലെവലൊക്കെ ഉണ്ട്. ആ ഒരു ലെവലൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ രോമാഞ്ചമായിരുന്നു. ലാലയുടെ വന്ന സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ലാലയുടെ കുറച്ച് നേരേ ഉള്ളൂ, എന്നാലും അടിപൊളിയായിരുന്നു. അതുപോലെ ചെറിയ ചായയും കടി അങ്ങനെയൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു. പടം നന്നായിട്ടുണ്ടായിരുന്നു. നല്ല തുടക്കം. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ ഡബിൾ കിട്ടി. ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്തപ്പോ എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല, പക്ഷെ ലാസ്റ്റ് വന്നപ്പോ നല്ലൊരു ഇംപ്രഷൻ, ഒരു എമോഷണൽ കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്തു. ഉണ്ടായിരുന്നു. കൊള്ളാം. നല്ല ഗംഭീര സിനിമയാണ്. ഈ വർഷം ഇറങ്ങിയതിൽ ഒരു മികച്ച സിനിമ എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് ഗംഭീര ത്രില്ലറായിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് പ്യൂർ ആക്ഷൻ ത്രില്ലർ കിടിലായിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീ ശാക്തീകരണ സംഭവമൊക്കെ സോഷ്യൽ അവയർനെസ് ഒക്കെ ഉള്ളൊരു സിനിമയാണ്. ഒരു പബ്ലിക് അവയർനെസ് ഉള്ള ഒരു സിനിമയാണ്. വിസ്മയുടെ ആക്ഷനൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടന്റെ ക്യാമിയോ ഒക്കെ ഗംഭീരമായിരുന്നു. അടിപൊളി. ക്ലൈമാക്സ് നമ്മള് ഭയങ്കരമായിട്ട് ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഉണ്ട്. കിടിലം ഫൈറ്റ് ആണ്. സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി പടം. പക്ക ഒരു ത്രില്ലറാണോ? ആക്ഷൻസ് ഒക്കെ ഉണ്ടോ? ലാലേട്ടന്റെ ക്യാമിയോ ഒക്കെ തിയേറ്റർ കത്തിച്ചോ? ലാലേട്ടന്റെ ക്യാമിയോ അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് വിസ്മയുടെ പെർഫോമൻസ് ഒക്കെ? ഒരു ഫസ്റ്റ് മൂവി എന്നുള്ള രീതിയിൽ ഇല്ല, കൂടുതൽ പറയുന്നില്ല. കണ്ടു നല്ല പടം. പടം സ്റ്റോറി വൈസ് ആവറേജ് ആണെങ്കിലും നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിടിലം. ഇടിയൊക്കെ നല്ല കിടിലം. പുള്ളിക്കാരി നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് തന്നെയാണ്. ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് പ്രത്യേകിച്ച് ട്വിസ്റ്റ് ഒന്നുമില്ല. ക്ലൈമാക്സ് മൊത്തം ഇടിയാണ്. എല്ലാം കിടില ഇടിയാണ്. നമ്മൾ പ്രതീക്ഷയുടെ ഡബിൾ കിട്ടി. ഞാൻ പ്രതീക്ഷ വന്ന ഓക്കെയാണ്. വിസ്മയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് അടിപൊളിയാണ്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ട്രസ് ആണ്. അത് പിന്നെ നമ്മുടെ ഒരു ക്യാമിയോ ഉണ്ട്, പറയുന്നില്ല. അതൊക്കെ നമ്മൾ ഒരു ക്ലീഷേ ബ്രേക്കിംഗ് ആണ്. നമ്മൾ വിചാരിക്കുന്ന ടൈപ്പ് അല്ല, ക്ലീഷേ ബ്രേക്കിംഗ് ആണ്. സായികുമാരായിട്ടുള്ള ഇമോഷൻ സീൻസ് ഒക്കെ എങ്ങനെയായിരുന്നു വിസ്മയുടെ? അത്യാവശ്യം അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സ്റ്റോറി വൈസ് ഒരു സ്ലോ ആണെങ്കിലും പെർഫോമൻസിന്റെ ബേസിസിൽ പടം നൈസായിരുന്നു ബ്രോ. ഫൈറ്റ് പരിപാടികളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പുള്ളിക്കാരി അടിപൊളി ചെയ്തിട്ടുണ്ട്. അപ്പൊ ത്രില്ലർ എലമെന്റ് കുറവാണോ? ഉണ്ട്, ത്രില്ലറുമാണ്. അടിപൊളിയാണ്. മറ്റേ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട്. ഈ ആന്റണി പെരുമാവിന്റെ അടിപൊളിയായിട്ട്. ചെക്കൻ സൂപ്പറായിട്ട്. ആക്ഷൻ സീക്വൻസ് ഒക്കെ പക്കായാണ്. അടിപൊളിയാ. ഒരു ക്ലൈമാക്സോട് നിർത്തിയേക്കുന്ന എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിട്ട് ചെയ്ത് നിർത്തിയേക്കണേ. ഫൈറ്റും പരിപാടികളും ക്ലൈമാക്സ് ഫൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട്. നന്നായിട്ട്.